ചെമ്പേരി ടൗണിൽ തെരുവ് നായയുടെ വിളയാട്ടം. നിരവധി പേർക്ക് കടിയേറ്റു. ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുൾപ്പെടെയാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചെമ്പേരി ടൗണിൽ തെരുവ് നായയുടെ ആക്രമണമുണ്ടായത്. ചെമ്പേരിയിലെ എക്സൽ അലൂമിനിയം ഫാബ്രിക്കേഷനിലെ ജീവനക്കാരി ബിന്ദു, അപ്പോളോ സ്റ്റീൽ ഉടമ ബോബിൻ, KR ബിൽഡേഴ്സിലെ ജീവനക്കാരി സൗമ്യ ഉൾപ്പെടെ 8 പേർക്കാണ് കടിയേറ്റത്. കടിയേറ്റവരെ കൂട്ടുമുഖം PHCയിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നായ ആലക്കോട് റോഡിലെ പുറഞ്ഞാൺ ഭാഗത്തേക്കാണ് ഓടിപ്പോയത്. പോകുന്ന വഴിയിലുള്ളവർക്കും കടിയേറ്റിട്ടുണ്ട്. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. തെരുവ് നായകളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കരമായ പ്രശ്നമാണ്. കുറേ നാളായിട്ട് പട്ടിയുടെ ശല്യം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു 11 മണിയായപ്പം ഈ പട്ടി ഇവിടുന്ന് എക്സൽ എന്ന് പറഞ്ഞ ഒരു കടക്കാരെ കടിച്ചതിന് ശേഷം ആ പട്ടി പറഞ്ഞാൽ ഓടിച്ചു. അവിടെ ഒരു ബേക്കറിയിൽ പണിയെടുക്കുന്ന സ്ഥലത്ത് കയറിയിട്ട് അവിടെ ഉള്ള ആൾക്കാരെ കടിച്ച് പുറഞ്ഞാണി പോയൊരു കെട്ടിടത്തിന് മുകളിൽ കയറി. ഈ പട്ടി കുറേ പട്ടികളെ കടിച്ചിട്ടാണ് പോയേക്കുന്നത്. ചെമ്പേരി ടൗണിലുള്ള കുറേ പട്ടികളെ കടിച്ചിട്ടുണ്ട്. വള്ളിയാട് ഇന്നലെ പോയിട്ട് ഈ പട്ടി അവിടെയുള്ള കുറേ പട്ടികളെ കടിച്ച് ഒരു പട്ടീനെ കടിച്ച് കൊല്ലുകയും ചെയ്തു. ഇതിൻ്റെ കുത്തിവയ്പ്പ് എടുക്കാൻ പോകുമ്പോൾ പരിഹാരത്തിൽ ചെല്ലുമ്പോൾ 100-150 ആളുകൾ ക്യൂ ആണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ശാശ്വതമായൊരു പരിഹാരം കാണണം. നായശല്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറുതി വരുത്തണം. അതുപോലെ ബസ് പണിമുടക്കും തൊഴിലാളി പണിമുടക്കും ഒക്കെ കഴിഞ്ഞ് ടൗണൊക്കെ സജീവമായി വരുമ്പോൾ ഈ മഴയുടെ ആധിക്യമൊക്കെ മൂലം ടൗണിലേക്ക് ആളുകൾ ഇറങ്ങാൻ മടിക്കുമ്പോൾ ഇത്തരമൊരു നായശല്യം അല്ലെങ്കിൽ പേപ്പട്ടിയുടെ ശല്യവും രൂക്ഷമാണെന്ന് ജനങ്ങളിലേക്കൊരു ബോധമുണ്ടായാൽ പിന്നെയും ആളുകൾ ടൗണിലേക്ക് വരാതാവും. വ്യാപാര മേഖലയും മറ്റ് അനുബന്ധ മേഖലകളിലൊക്കെ തകർച്ചയിലേക്ക് നീങ്ങും. ഏരുവേശി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യാവൂർ.